അവിടെയാണ് നമ്മുടെ പ്രശ്നം തുടങ്ങുന്നത്. ഇത് ശരിയാക്കുകയാണെങ്കിൽ മിക്കവാറും നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. മെയിനായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് മിക്കവാറും നമ്മുടെ ബോഡിയിൽ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഉണ്ടാവില്ല. എന്താണ് നമ്മുടെ ഫിസിക്കൽ ബോഡി എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ലൈഫ് സ്റ്റൈൽ ആൻഡ് ഇമ്മ്യൂണിറ്റി ഇവ മൂലം ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചും അവയ്ക്കെതിരെയുള്ള നാച്ചുറൽ റെമഡീസിനെ പറ്റിയും നമ്മളോട് സംസാരിക്കാൻ നമ്മുടെ കൂടെ ഇന്ന് ഡോക്ടർ സതീഷ് നമ്പ്യാർ. ഹായ് ഡോക്ടർ. എന്തുകൊണ്ടാണ് ഇന്നത്തെ ജീവിത രീതി മൂലം നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വന്നത്? അതിനെന്താണ് പരിഹാരം? അതിൽ പ്രധാനമായും നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിത രീതിയിൽ ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഭക്ഷണത്തിൽ വരുന്ന ശൈലി മാറിപ്പോകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ബോഡിയിൽ സ്റ്റാർട്ട് ചെയ്യും. ഡൈജഷൻ പ്രോബ്ലം. അപ്പോൾ അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മളെ ഫുഡ്, മെയിനായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് മിക്കവാറും നമ്മുടെ ബോഡിയിൽ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഉണ്ടാവില്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം തുടങ്ങുന്നത്. ഇത് ശരിയാക്കുകയാണെങ്കിൽ മിക്കവാറും നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. സോ നമ്മുടെ ഇമ്മ്യൂണിറ്റി മുഴുവൻ വരുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ എന്താന്നുള്ളതിലാണ് മെയിൻ.